മനുഷ്യോൽപത്തി മുതലുള്ള ഒന്നാണ് ബലികർമ്മം. ആദം നബി അലൈഹിസ്സലാമിയുടെ മക്കളായ ഹാബീലിന്റെയും ഖാബീലിന്റെയും ഇടയിലുള്ള തർക്ക പരിഹാരത്തിന് ആദം നബി അലൈഹിസ്സലാം നിർദ്ദേശിച്ചത് ബലികർമ്മമായിരുന്നു. ഹവ്വാ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഓരോ പ്രസവത്തിലും ഇരട്ട കുട്ടികളായി, ഒരു ആണും ഒരു പെണ്ണും. ആദ്യ പ്രസവത്തിലെ ആണ് രണ്ടാം പ്രസവത്തിലെ പെണ്ണിനെ വിവാഹം ചെയ്യും. അതായിരുന്നു ആദം നബി അലൈഹിസ്സലാമിന്റെ ശരിയാണ്. ഇത് മനുഷ്യരാശി നിലനിൽക്കുന്നതിന് വേണ്ടിയായി. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ ഇത് അനുവദനീയമല്ല. അതനുസരിച്ച് ആദം നബി അലൈഹിസ്സലാമിന്റെ രണ്ട് ആൺമക്കളായ ഹാബീൽ യഖലീമയെയും ഖാബീൽ ലബൂദയെയുമാണ് വിവാഹം കഴിക്കുന്നത്. എന്നാൽ ഖാബീൽ ഇത് സ്വീകാര്യമല്ല. സുന്ദരിയായ യഖലീമയെ വിവാഹം ചെയ്യണമെന്ന് ഖാബീൽ ശ്രമിച്ചു. ഖാബീൽ യുക്തിവാദം നടത്തി. ഞാനും യഖലീമയും ഒരേ വയറ്റിൽ നിന്നും ഒരേ സമയം ഭൂജാതരായത്, എനിക്കാണ് യഖലീമയെ വിവാഹം ചെയ്യാൻ ഏറ്റവും അർഹതയുള്ളത്. ഖാബീൽ വഴങ്ങാതെ വന്നപ്പോൾ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ബലികർമ്മം നടത്തുക. ആരിൽ നിന്നുമാണോ അത് സ്വീകരിക്കുന്നത് അവൻ യഖലീമയെ വിവാഹം ചെയ്യട്ടെ. ഒരു മലയുടെ മുകളിലേക്ക് നടന്ന് വന്ന ഖാബീൽ പുല്ലുപുഷ്പങ്ങളും പൂക്കളും എടുത്തുകൊണ്ടുവന്ന് അല്ലാഹുവിന് സമർപ്പിച്ചു. എന്നാൽ ഹാബീൽ ഏറ്റവും നല്ലതും മൂല്യമുള്ളതുമായ ഒരു ആടിനെ അല്ലാഹുവിന് വേണ്ടി ബലി നൽകി. ഹാബീലിൽ നിന്നും അല്ലാഹു ബലികർമ്മം സ്വീകരിച്ചു. ഖാബീലിന്റേത് സ്വീകരിക്കപ്പെട്ടില്ല. സൂറത്തുൽ മാഇദയിലൂടെ സംഭവം അല്ലാഹു സവിസ്തരം പ്രതിപാദിക്കുന്നു. വതുലു അലൈഹിം നബഅ ബിനി ആദമ ബിൽ ഹഖ്. പ്രവാചകരെ, അങ്ങ് ആദമിന്റെ രണ്ട് പുത്രന്മാരുടെ വൃത്താന്തം സത്യപ്രകാരം പറഞ്ഞു കേൾപ്പിക്കുക. ഇത് ഖറബാ ഖുർബാന. അവർ ഇരുവരും ഓരോ ബലി അർപ്പിച്ച സന്ദർഭം ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. ഹാബീലിൽ നിന്നും സ്വീകരിക്കപ്പെട്ടു, ഖാബീലിൽ നിന്നും സ്വീകരിക്കപ്പെട്ടില്ല. ഖാല ലഅഖ്തുലന്നക. ഖാബീൽ പറഞ്ഞു, ഹാബീലേ, നിന്നെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഹാബീൽ പറഞ്ഞു, ധർമ്മനിഷ്ഠയുള്ളവരിൽ നിന്നും മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ലഇൻ ബസത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതിൻ യദിയ ഇലൈക ലിഅഖ്തുലക. ഹാബീൽ പറഞ്ഞു, എന്നെ കൊല്ലുവാൻ വേണ്ടി നീ എന്റെ നേരെ കൈനീട്ടിയാൽ തന്നെയും നിന്നെ കൊല്ലുവാൻ വേണ്ടി ഞാൻ നിന്റെ നേരെ കൈനീട്ടുന്നതല്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. തീർച്ചയായും ഞാൻ ലോകരക്ഷിതാവായ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീ. തന്റെ സഹോദരനെ കൊല്ലുവാൻ അവന്റെ മനസ്സ് അവന് പ്രേരണ നൽകി. ഫഖതല. അങ്ങനെ ഖാബീൽ ഹാബീലിനെ കൊലപ്പെടുത്തി. ഭൂമിയിലെ ആദ്യ കൊലപാതകം. ഒരു പെണ്ണിന് വേണ്ടിയായിരുന്നു ഭൂമിയിൽ ആദ്യ കൊല നടന്നത്. യഖലീമയെ സ്വന്തമാക്കാൻ ഖാബീൽ സഹോദരൻ ഹാബീലിനെ വധിച്ച കൊലപാതകം. പക്ഷേ ഖാബീലിന് പശ്ചാത്താപമുണ്ടായി. എന്ത് ചെയ്യണമെന്നറിയാതെ തന്റെ സഹോദരന്റെ മൃതശരീരവുമായി ഖാബീൽ അലഞ്ഞു നടന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫബഅസല്ലാഹു ഖുറാബൻ യബ്ഹസു ഫിൽ അർളി ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖീ. അപ്പോൾ തന്റെ സഹോദരന്റെ മൃതദേഹം മറവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവന് കാണിച്ചു കൊടുക്കുവാനായി നിലത്ത് മാന്തി കുഴിയുണ്ടാക്കുന്ന ഒരു കാക്കയെ അല്ലാഹു അയച്ചു. യാ വൈലതാ അഅജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഖുറാബ് ഫവാരി സൗഅത അഖീ. ഖാബീൽ പറഞ്ഞു, എന്തൊരു കഷ്ടമാണ്, എന്റെ സഹോദരന്റെ മൃതദേഹം മറവ് ചെയ്യുന്ന കാര്യത്തിൽ ഈ കാക്കയെ പോലെ ആകാൻ പോലും എനിക്ക് കഴിയാതെ പോയല്ലോ.
ഫഅസ്ബഹ മിനൻ നാദിമീൻ. അങ്ങനെ ഖാബീൽ ഖേദക്കാരുടെ കൂട്ടത്തിലായി പോയി. ബലികർമ്മം മനുഷ്യവംശം മുതലേ ഉണ്ടായ ഒരു പ്രവർത്തനം.